ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നാടൻ കോഴി പെരട്ടാണ്. അപ്പൊ ഇവർക്ക് ഒരു സിമ്പിൾ ആയിട്ട് നാടൻ കോഴി, ഇതേ മുട്ടയൊക്കെ ഉള്ള ഒരു കോഴിയാണ് കേൾക്കുന്നത്. അപ്പൊ ആ മുട്ടയൊക്കെ നാടൻ കോഴിയുടെ മുട്ടയാണ്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു, ലേശം പെരിഞ്ചീരകം, അതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഇഞ്ചി നീളത്തിലരിഞ്ഞതും ചുമന്നുള്ളിയും പച്ചമുളകും കുറച്ച് സവാള ഇട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിപ്പോ ഈ ചിക്കനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വരട്ടി നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കാണ്ട് എടുക്കണം. വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് ഇതിന്റെ മസാല മാറ്റിയിട്ട് ഒന്നും ഇട്ടില്ല. ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഇത് ജസ്റ്റ് ഒരു ഗ്രിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിലേക്ക് ഉള്ളിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ ചിക്കൻ നമ്മളെല്ലാം സാധാരണ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സൈഡിൽ ചിക്കനും കൂടെ ഗ്രില്ലാവും. ഗ്രില്ലായിട്ട് കറിയാക്കുമ്പോൾ വേറെ തരം ഫ്ലേവറാണ്. തക്കാളിയും കൂടെ ഇതൊരു ഒരു ടെക്നിക്കാണ്. സ്ലൈസ് ചെയ്തിട്ട് ഇത് തക്കാളി നമ്മൾ ഇതിന്റെ സൈഡിലേക്ക് മാത്രം കൊടുക്കണം. അത് ഇത് മൂന്ന് രീതിയിൽ കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് കുക്ക് ചെയ്യുമ്പോഴും ഭംഗിക്ക് ഒരു കുറവില്ല. അപ്പൊ ഇത് ഒരു ടെക്നിക്കാണ്. അപ്പൊ ഈ രീതിയിൽ നടുക്ക് തക്കാളി അവിടെ ഇരുന്നോട്ടെ, ഈ സൈഡിൽ ഉള്ളിയാവുന്നു, ആ സൈഡിൽ ചിക്കൻ കുക്കാവുന്നു. അപ്പം അത്യാവശ്യത്തിന് ഈ പറഞ്ഞ പോലെ ഉപ്പ് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ലേശം കുറച്ചു നേരം അങ്ങനെ ആ സ്റ്റീമിൽ കുക്കാവും. ഈ ചെസ്സിന്റെ ഇടയിൽ ഇതൊക്കെ ചെസ് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എൻ്റെ ഇടയിൽ ജോലി ചെയ്യാൻ പറഞ്ഞല്ലോ. കോഴിക്കോട് അങ്ങനെ കോഴിക്കോടേക്ക് വന്നത് തന്നെ ചെസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ചെസ് ഭയങ്കര. അതെ, ആദ്യമായിട്ട് ഞാൻ ഈ തലശ്ശേരിയിൽ വന്നിട്ടാണ് ഫസ്റ്റ്. കേരളത്തിൽ നമ്മുടെ എൻ്റെ വീട് കൊല്ലത്താണ്. കൊല്ലത്ത് കളിയൊക്കെ കളിച്ചിട്ട് എനിക്ക് സ്റ്റേറ്റിൽ ആദ്യം കണ്ണൂർ വന്ന് കളിക്കാൻ വന്നു. രണ്ടാമത്തെ കളിയിലാണ് ഇത് കാണുന്നത്. അങ്ങനെ വന്ന് കണ്ണൂർ വന്നിട്ട് ഒരു സഫയർ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ അവിടെയാണ് കളിക്കുന്നത്. അവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നത്. ആ ചെസ് കളിയുടെ ഇടയിൽ മേലെ ഒരു കല്യാണമുണ്ട്. അപ്പൊ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ വിളിക്കാത്ത കല്യാണത്തിന് അന്ന് ആ ബിരിയാണി കഴിച്ച് മലബാറിൽ വന്ന് ബിരിയാണി കഴിച്ച കാരണമാണ് ഞാൻ കൊല്ലത്ത് നേരെ കോഴിക്കോടേക്ക് വന്ന് അവിടെ പണി തുടങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ ഡിഷ് ആയി കഴിഞ്ഞല്ലോ, റെഡി ആയി, ഡ്രൈ ആയി. ഓണം സദ്യയുടെ സൈഡിലേക്ക് തൊടുകറിയുടെ ഉപ്പ. അത് നോൺ വെജ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നാടൻ കോഴി കിട്ടുവാണെങ്കിൽ നാടൻ കോഴി ആക്കാം, അല്ലെങ്കിൽ സാധാരണ കോഴിയായാലും മതി. ഇങ്ങനെ ചോറിന്റെ സൈഡിൽ ഒരു പീസും ഒരു ഇത്തിരി അരപ്പും, അതിൻ്റെ പച്ചടി, കിച്ചടി, പുളിശ്ശേരി, കാളൻ, അവിയൽ, കൂട്ടുകറി, സാമ്പാർ, പരിപ്പ് കറിയൊക്കെ ആണെങ്കിൽ അസാധ്യമായിട്ട് നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാം. അല്ലെ, കണ്ണൂർക്കാരെ പോലെ ഓണം ആഘോഷിക്കാം. എന്ത് ഭംഗിയാ കാണാൻ. മുട്ടയൊക്കെ ഉണ്ടാ കറക്റ്റ് ആയിട്ട് അത് ആ കുക്ക് ചെയ്ത് അത് ഉടയാണ്ട് തന്നെ കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ. ഇത് ആ മുട്ടയുടെ ആ ഒരു ടെക്സ്ചറിൽ ഇത് അതിൻ്റെ ഉള്ളിലുള്ള മുട്ടയാണ്. അപ്പോൾ അത് ഇതിനകത്ത് തന്നെ കുക്കായിട്ട് അതേ രീതി ഇരിക്കുകയാണ്. ഇത് കഴിക്കാൻ ഇങ്ങനെ ആ ഒരു മുട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അറിയാം. ഓക്കെ, നമ്മുടെ നാടൻ കോഴി പെരട്ട് റെഡി ആയിരിക്കുകയാണ് വിത്ത് കോഴിമുട്ട. ഓക്കെ, അപ്പൊ ഇത്തവണ കണ്ടോ, അപ്പൊ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ കോഴിക്കറി ഉണ്ടാക്കുവാണെങ്കിൽ ഈ പെരട്ട് ഉണ്ടാക്കി ട്രൈ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം. മക്കളെ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്.